ഇനി അല്പസമയം കൂടി മാത്രമേ വിധി പ്രസ്താവത്തിന് ബാക്കിയുള്ളൂ. ഒന്നാം പ്രതി പൾസർ സുനി എന്ന സുനിൽ കുമാറാണ്. ഡ്രൈവറായിരുന്നു സിനിമാ മേഖലയിൽ ഇയാൾ. കൊട്ടേഷൻ പ്രതി കൂടിയാണ്. രണ്ടാം പ്രതി നടിയുടെ കാർ ഓടിച്ച മാർട്ടിൻ ആന്റണിയാണ്. ലാൽ മീഡിയയിൽ നിന്ന് മാർട്ടിൻ ആന്റണിയെയാണ് തൃശ്ശൂരിൽ നിന്ന് ഈ നടിയെ പിക്കാൻ വേണ്ടി അയച്ചിരുന്നത്. മാർട്ടിൻ ആന്റണി രണ്ടാം പ്രതിയാണ്. ബി മണികണ്ഠൻ മൂന്നാം പ്രതിയും. വി പി വിജീഷ്, എച്ച് സലീം, ചാത്തങ്കരി പ്രദീപ് എന്നിവർ മറ്റു പ്രതികളുമാണ്. ആദ്യത്തെ 6 പ്രതികളാണ് നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പിന്നീട് പ്രതികളെ സഹായിച്ച ചാർലി തോമസ്, ഗൂഢാലോചന നടത്തിയ ദിലീപ്, അതുപോലെ തന്നെ ജി ശരത്ത്, സനൽകുമാർ എന്നിങ്ങനെ 10 പ്രതികളാണ് വിചാരണ നേരിട്ട് കുറ്റക്കാരാണോ അല്ലയോ എന്ന് അറിയാൻ കാത്തിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇതൊരു കൊട്ടേഷൻ റേപ്പാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തിയ ഒരു കാര്യം. അങ്ങനെ ഒന്ന് അമ്പരപ്പിക്കുന്നത് കൂടിയായിരുന്നു. എന്തിനാണ് അതായത് ഒരു പെൺകുട്ടിയോട് ഇത്രയും ക്രൂരമായ അതിക്രമം നടത്താൻ പണം മാത്രം വാങ്ങി ഏതാണ്ട് 1.5 കോടി രൂപയുടെ ഒരു കൊട്ടേഷൻ എന്നുള്ളതാണ് അന്ന് വെളിപ്പെട്ട ഒരു വിവരം. പണം മാത്രം വാങ്ങി ഇത്രയും ഹീനമായ ഒരു കാര്യം നിർവഹിച്ച ഒരു പ്രതി എന്ന നിലയ്ക്കാണ് പൾസർ സുനി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ആ കൊട്ടേഷൻ വിജയിച്ചിരുന്നുവെങ്കിൽ, ഇത് പുറത്തറിഞ്ഞിരുന്നില്ലെങ്കിൽ അടുത്ത സിനിമയുടെ പ്രൊഡ്യൂസറായി പൾസർ സുനി വരിക കൂടി ചെയ്തേനെ. ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആ നിലയ്ക്ക് ഒരു പ്രൊഡ്യൂസറായി വരിക കൂടി ചെയ്തേനെ. ദിലീപിന്റെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളായി, സിനിമയിലെ വെറും ഡ്രൈവർ എന്നുള്ള നിലയിൽ നിന്ന് ഒരു പ്രൊഡ്യൂസറായി ഉയർന്നേനെ. അങ്ങനെ ഒരു വലിയ ഓഫർ നൽകിയിട്ടുള്ള കൊട്ടേഷനായിരുന്നു അത്. തീർച്ചയായും ആ കുറ്റകൃത്യം നടപ്പിലായതിന് പിന്നാലെയാണ് നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ വാർത്തകളും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ആദ്യഘട്ടത്തിൽ നടിക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് നടന്ന സമ്മേളനത്തിൽ ദിലീപ് സംസാരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്ത ഒരു കുട്ടിയാണ്. നമുക്ക് ഇതിൻ്റെ നിയമ നടപടിയിൽ ആ ഭാഗത്ത് അവൾക്ക് നീതി കിട്ടുന്നതിൻ്റെ ഭാഗത്ത് ഞാൻ നിലയുറപ്പിച്ചിരിക്കും എന്ന് ദിലീപ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു സിനിമാ കഥയെ വെല്ലുന്ന രീതിയിൽ ആ ഗൂഢാലോചനയുടെ മുഴുവൻ വിരലുകളും നീണ്ടി വന്നത് ദിലീപിന് നേരെ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും നമ്മളെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് സംഭവിച്ചത്. സുപ്രധാനമായ അറസ്റ്റ് ജൂലൈയിൽ സംഭവിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ദിലീപ് അതിനിടയിൽ ഒരു പരാതി നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിക്കടക്കം ഞാൻ ഇതിൽ നിരപരാധിയാണ് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തുകൾ നൽകുന്നുണ്ട്. എൻ്റെ പരാതിയിൽ വിശദാംശങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചു വരുത്തുന്നത് എന്ന് ദിലീപ് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ വിളിച്ചു വരുത്തിയതിന് ശേഷം അറസ്റ്റ് നടപടികളിലേക്ക് അന്ന് അന്വേഷണ സംഘം കടക്കുകയായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ കേസിൽ ആരൊക്കെ ഒപ്പം നിന്നു, ആരൊക്കെ കൂറുമാറി എന്നുള്ളത് കൂടി പരിശോധിക്കണം. സിനിമാ രംഗത്തെ പല പ്രമുഖരും കൂറുമാറിയിരുന്നു. കൂറുമാറിയവരിൽ സിദ്ദിഖുണ്ട്, ഭാമയുണ്ട്, ബിന്ദു പണിക്കരുണ്ട്. അതേസമയം തന്നെ മൊഴിയിൽ ഉറച്ചു നിന്ന ഒരു പ്രധാനപ്പെട്ട താരം കുഞ്ചാക്കോ ബോബനായിരുന്നു. കുഞ്ചാക്കോ ബോബൻ മുൻ വൈരാഗ്യം സംബന്ധിച്ച മുൻ പ്രസ്താവനയിൽ ഉയർച്ചു നിന്നു. അതുപോലെ തന്നെയാണ് മഞ്ജു വാര്യർ. നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ മഞ്ജു വാര്യരാണ് ഈ സമ്മേളനത്തിൽ, ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണം എന്ന മഞ്ജു വാര്യരുടെ പ്രസ്താവനയാണ് ഈ കേസിലെ വലിയ മാനങ്ങളിലേക്ക് വഴിതുറന്നത്. മഞ്ജു വാര്യർ മുൻ ഭർത്താവായ ദിലീപിനെതിരെയുള്ള മൊഴിയിൽ ഉറച്ചു നിന്നിരുന്നു, കൂറുമാറാതെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുഞ്ചാക്കോ ബോബനും മുകേഷും അടക്കമുള്ള താരങ്ങളുടെ മൊഴി അതുപോലെ വളരെ പ്രധാനമാണ്. അതേസമയം ദിലീപിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ സിദ്ദിഖ് അടക്കം ഈ കേസിൽ മൊഴി മാറ്റിയിട്ടുണ്ട്. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി അന്ന് പോലീസ് ക്ലബിന് മുന്നിലേക്ക് രാത്രി എത്തുന്നുണ്ട് നടൻ സിദ്ദിഖ്. ഇത്രയും നേരമായിട്ട് കാണുന്നില്ല, അതുകൊണ്ട് അന്വേഷിച്ചു വന്നതാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. തൻ്റെ മൊഴി ദിലീപിന് വിരുദ്ധമായി സംഭവിക്കുമെന്നത് മനസ്സിലാക്കുന്ന സമയത്ത് സിദ്ദിഖ് ആ മൊഴിയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. പിന്നീട് നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം, പിന്നീട് സിദ്ദിഖ്, പിന്നീട് മുകേഷ്, ഇടവേള ബാബു തുടങ്ങിയവരൊക്കെ സമാനമായ പല കേസുകളിൽ നിയമ നടപടികൾക്ക് വിധേയരാകുന്ന കാഴ്ച കൂടി നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചു, അല്ലെങ്കിൽ കാണേണ്ടി വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതായ കാര്യമാണ്. സിനിമാ മേഖലയിൽ സമ്പൂർണ്ണമായ ഒരു ശുദ്ധീകരണത്തിന് നിയമ നടപടികളിലേക്ക് പോകാനുള്ള ആർജവം സ്ത്രീകൾക്ക് പകർന്നു നൽകിയതിന്റെ ആദ്യ തിരി തെളിയിച്ചു വെച്ചത് അതിജീവിതയാണ് എന്ന് പറയേണ്ടത്. തീർച്ചയായും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ, അമ്മ എന്ന സിനിമാ സംഘടനയിലുണ്ടായ പൊട്ടിത്തെറി, ആദ്യം പ്രതിയെ ചേർത്ത് പിടിക്കാൻ നടത്തിയ ശ്രമം ഒടുവിൽ സമൂഹത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തിന് മുമ്പിൽ പൊട്ടി തകർന്നു പോകുന്നതും, ആരോപണ വിധേയനെ അമ്മ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നത് നമ്മൾ കണ്ടു. പുറത്താക്കിക്കൊണ്ട് മമ്മൂട്ടി ആ പുറത്താക്കൽ കമ്മ്യൂണിക്കെ, ആ വാർത്താക്കുറിപ്പ് വായിക്കുന്നത് ഇപ്പോഴും കേരള സമൂഹത്തിന് മുമ്പിലൂടെ നിർബന്ധിതമായതാണ് അമ്മ എന്ന താരസംഘടന. അതിനുശേഷവും ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കും, പക്ഷേ ആരോപിതന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന വിചിത്രമായ നിലപാട് ആ സംഘടന എടുക്കുന്നത് പോലും കണ്ടതാണ്. പിന്നീടാണ് ആ സംഘടനയിൽ പരിഷ്കാരങ്ങൾ വരുന്നത്. WCC എന്ന പുതിയ സംഘടന ഉണ്ടാവുന്നു, വനിതകൾ രംഗത്ത് വരുന്നു. അങ്ങനെ രംഗത്ത് വന്ന ആ ചലച്ചിത്ര താരങ്ങൾക്കെല്ലാം സിനിമകൾ നഷ്ടമാവുന്നു. പ്രധാനപ്പെട്ട ലൈം ലൈറ്റിൽ നിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളടക്കം പാർവതി തെരുവോത്ത്, രമ്യ നമ്പീശൻ അടക്കമുള്ള നടിമാർക്ക് അവരുടെ അവസരങ്ങൾ നഷ്ടമാകുന്നു. റിമ കല്ലിങ്കൽ അടക്കമുള്ളവർക്ക് എന്നിട്ടും അവർ പോരാടുന്നു. ഇങ്ങനെ മലയാള സിനിമയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ച സംഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സംഭവ വികാസങ്ങളെ പറയാം. അത്രമേൽ വലിയ ഉഴുതുമറിച്ചിൽ സിനിമാ മേഖലയിൽ ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അവസാനം, അതിനെല്ലാം നമ്മൾ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ ക്ലൈമാക്സ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്.